യുനെസ്കോ പുരസ്കാര നിറവിൽ ശ്രദ്ധേയമാവുകയാണ് കർണികാര മണ്ഡപം. കോഴിക്കോട് നടുവണ്ണൂരിനടുത്ത് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ കർണികാര നമസ്കാര മണ്ഡപത്തിനാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത്. ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ക്ഷേത്രത്തിലെ കർണികാര മണ്ഡപത്തെക്കുറിച്ച് പറയുന്നത്. കാലപ്പഴക്കത്താൽ ജീർണിച്ചു വീഴുമെന്ന സ്ഥിതിയായിരുന്നു. പിന്നീട് പൂർണ്ണമായും പൊളിച്ചുമാറ്റി തച്ചുശാസ്ത്ര പൈതൃകം സംരക്ഷിച്ചുകൊണ്ടാണ് അതേ രീതിയിൽ പുതുക്കി പണിതത്. ഇതാണ് യുനെസ്കോ പുരസ്കാരത്തിന് അർഹമാക്കിയത്. മരത്തിൽ തീർത്ത 16 കൽമണ്ഡപത്തിന്റെ കാലുകൾ മണ്ണിൽ ഉറപ്പിക്കാതെ വെറുതെ വെച്ച രീതിയിലാണ് പ്രത്യേകത. ആദ്യ മണ്ഡപവും ഇതേ രീതിയിലായിരുന്നു പണിതത്. മുൻപുണ്ടായ മണ്ഡപത്തിലെ പൊട്ടിപ്പോയ കരിങ്കല്ലുകൾ മാത്രമാണ് മാറ്റിയത്. വേങ്ങ എന്ന മരമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് സിമന്റ് ഉപയോഗിച്ചിട്ടില്ല. പകരം കുമ്മായവും പുഴമണലും പുളിമാവിൻ്റെ ഇലയും കൂടി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ പോളിഷ് ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഒരു എണ്ണ കൂട്ടാണ് ഉപയോഗിച്ചത്. ഒട്ടേറെ പ്രാചീന ക്ഷേത്രങ്ങൾ പുതുക്കിപ്പണിതിട്ടുള്ള ചിത്രേഷ് ആചാര്യയും സംഘവുമാണ് മണ്ഡപം നിർമ്മിച്ചത്. 9 പണിക്കാർ ചേർന്ന് 2 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി. 32 കഷായ മരുന്നുകൾ ഉപയോഗിച്ച് കഷായം വെച്ചുകൊണ്ടും 12 പച്ചമരുന്നുകൾ അരച്ചു കലക്കിയുണ്ടാക്കിയ എണ്ണയും ചേർത്താണ് പോളിഷിനു പകരം മരക്കാലുകളിൽ അടിച്ചിരിക്കുന്നത്. കരുവണ്ണൂർ കുന്നമംഗലം ക്ഷേത്രത്തിന് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള പുരസ്കാരം വാസ്തുകല പൈതൃക സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആർക്കൈവൽ ആൻഡ് റിസർച്ച് പ്രൊജക്ട് എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് ലഭിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.